ഹലോ ഗായ്സ്, വെൽക്കം ടു ഇഗോയിങ് സിക്സ് ഗായ്സ്. നമ്മൾ FC മൊബൈലിൽ മറ്റൊരു മലയാളം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് ഫസ്റ്റ് തന്നെ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുന്നത് 3K ഗെയിംസ് ഉണ്ട്. അതിനെന്തായാലും ഒരു പാക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആവുകയാണ്. നല്ല കിട്ടിയാൽ അതിന് വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് വലിയ പ്രതീക്ഷ അല്ല ഗായ്സ്, കാരണം 5 പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഇല്ല. 112 ബെൽജിയം ലെഫ്റ്റ് അയക്കണം. ഓ ഗായ്സ്, 112 പെട്ടെന്ന് എന്തൊന്ന് അടി ഇടിച്ച് വരുമ്പോൾ എന്നാലും ഇനി എക്സ്ട്രാ ടൈമിൽ 1000 ഷാർട്സിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യുക. 1000 അത് വെറുതെയാണ് ഗൈസ്, വെറുതെയാണ്. അടുത്ത പാക്ക് ഓപ്പൺ ചെയ്യുക എന്തായാലും. അല്ല, പാക്കായിപ്പോയി. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവനെ ഇറക്കം നല്ലതാണ് എന്നാണ് തോന്നുന്നത്. അല്ല ഗൈസ്, ഓട്ടോ ബിൽഡ് ഉണ്ട്. വേണ്ട ഗൈസ്, അവനെ ഇറക്കണ്ട. ഓനെ സ്കോഡിൽ ഇറക്കണം അത്ര നല്ലതൊന്നുമില്ല. അപ്പം 112 തന്നെയാണ് കാണിക്കുന്നത്. വെച്ചാൽ ഷൂട്ടിങ് കൂടുതലാണ്, പാസിങ് ഡ്രിബിളിങ് വെച്ചാൽ ടീമിൽ ഇറക്കിയാൽ ഓട്ടോ ബിൽഡ് വരും. അതെനിക്ക് ഓട്ടോ ബിൽഡ് ഒന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇവനെ ടീമിൽ ഇറക്കണ്ടെന്നാണ്. എന്തായാലും ഇവിടെ ക്ലൈം ചെയ്യാണ്ട് എക്സ്ട്രാ പാസ് ക്ലൈം ചെയ്യാണ്ട്. ഫെർണാണ്ടോ ഹീറോന്ന് മുമ്പ് 117 ഫെർണാണ്ടോ ഉണ്ട്. ഇനി രണ്ടാളിങ്ങൻ്റെ ഗൈസ്, 2 സെൻറ്ററും ബാക്ക് തന്നെയാണെങ്കിൽ ഓവിയ വ്യത്യാസമുണ്ട്. നമ്മൾ എന്തായാലും ഒരു മാച്ച് കളിക്കാൻ വിചാരിക്കുന്നു. ആ മാച്ച് ഞങ്ങളെ കിട്ടിയിരിക്കുന്നു. 107 അറ്റാക്കിങ്, 105 ഡിഫെൻസിങ് 105. നമ്മൾ ടീം ഗൈസ്, നമ്മൾ 4-2-4 ഫോർമേഷനാണ്. അതുകൊണ്ട് 3-3-4 ഫസ്റ്റ് മാച്ച് ഒരു ഗോൾ ഇട്ടിട്ടുണ്ട്. 31 മിനിറ്റിലാണ്. അടുത്ത ഗോൾ ഇട്ട് കാണാം. അപ്പോൾ ഈ ഗോൾ അടിപൊളിയായിരിക്കണം. ഇത് ബാർ ഇനി അടുത്ത ഗോൾ ഇട്ട് കാണാം. അതങ്ങനെ ഹെൻറി അടുത്ത ഗോൾ കാട്ടിട്ടിരിക്കുന്നു. ഇപ്പോൾ 2-0. ഞാൻ ഒരു ഗോളും കൂടെ ഇട്ടണം, 1-2 കൂടെ ഇടണം വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ വെച്ച് ഗൈസ്, നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചുള്ള മാച്ചൊക്കെ കാണിച്ച് ബോറടിപ്പിക്കേണ്ട. അങ്ങനെ ലിസ്റ്റനല്ലല്ലോ ആർസണപ്പിൻ്റെ അടുത്ത ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. ഇതൊരു പേര് കുറച്ചൊരു അറിയില്ല. ഇതുകൊണ്ട് ഗൈസ് ഇത് ഒരു ഗോളും കൂടെ അടിക്കാൻ പറ്റും, കാരണം 93 3-0 പൊട്ടിച്ചു കൊടുത്തിരിക്കുന്നു ഗൈസ്. 3-0 3-0. അപ്പോൾ എന്തായാലും അടുത്ത ഒരു VS അറ്റാക്കിൻ്റെ ഒരു ഇത് ഫുള്ള് ക്ലിപ്പുണ്ട്. അതുപോലെ ഹെൻറി സേവ് കട്ട് ഗോൾ ഗൈസ്, 2-0. മിസ് പാസ്. ഇതെന്താ ഗൈസ്, മിസ് പാസാണ്. അടുത്തത് ഹെൻറി ലാസ്റ്റ് ഷൂട്ട്. അത്രേ ഉള്ളൂ. ബാറാണ്. ഹെൻറിക്ക് തെറ്റില്ല ഗൈസ്. ഇനി ഒരു ജയിച്ചാണ് സമ്മതിക്കുന്നു. ഗുഡ് ഗോൾ ഗൈസ്. 5 ഓനപ്പോൾ ഒന്ന് അടിച്ച് ഗൈസ്. ലോങ് ഷോട്ട് അടിക്കണമല്ല, വേണ്ട പാസ് എടുക്കാൻ പോകും. അടി വെച്ചാണോ ഇത്ര ഗൈസ്. അടുത്തത് ഹെൻറി പാസ് എടുക്കണോ, അടിച്ചടിച്ചു.
ഒന്നായിരിക്കും. പിന്നെ ഗോൾ ചാൻസ് നമുക്ക്. ഇനി 8 മിനിറ്റ് കൂടി ആണിപ്പോൾ അടുത്ത ഗോൾ അടിച്ച്. ഒറ്റൊരു ഗോൾ കൂടി, ഈ ഗോൾ കൂടി അടിച്ച കളി ചെയ്യും. അപ്പോൾ എന്തായാലും 10-2 കളി നിൽക്കുന്ന മുമ്പൊക്കെ എന്തായാലും ലെജൻഡറി 5 കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും അല്ലേനി ഗൈസ്, ലെജൻഡറി 1 ആയിരുന്നു പുതിയ അപ്ഡേറ്റ്. പിന്നെ എന്തായാലും നമ്മൾ 2 കൂടെ കംപ്ലീറ്റ് ആക്കിയാൽ ഒരു പ്ലെയറിനെ കിട്ടും. 2 കൂടെ കംപ്ലീറ്റ് ആക്കിയത് കംപ്ലീറ്റ് ആക്കാൻ 50 ജംപ്സ് ഫ്രീ ആണ്. ഇനി നമുക്ക് ഇല്ല, 10 മുതലാണ് നെതർലാൻഡ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല. നമ്മളെല്ലാവരും എക്സ്റ്റെൻഡ് ചെയ്യുക. അവനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത് 10 ഷാറ്റ്സ് ആക്കി. ഇതിൽ നിങ്ങൾ ഏത് പ്ലെയറിനെ എടുക്കേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനെന്തായാലും ഹസാർഡിനെ ഉറപ്പായിട്ട് എടുക്കും. ഓനാണ് എനിക്ക് നല്ല പ്ലെയർ. ദിസ് ഈസ് ദ പറഞ്ഞ സ്റ്റാം ഒരു കോളും ഉണ്ട്. കോൾ സ്റ്റാറ്റ്സൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്. സ്റ്റാർ പാസിൽ ഇത് കിട്ടാണ്ടേന്. ഒരു മാച്ച് എന്തായാലും നമ്മൾ കളിക്കുക. ഇതാണ് ഗൈസ് വേൾഡ് ടെസ്റ്റ്. ഒരിക്കലും ജയിക്കാനാവാത്ത മാച്ച് ഗൈസ്.